ഷമീനാസൻ, ഇവിടെ എന്താണ് ഇപ്പോൾ ചമ്പത്രായി ആണെങ്കിലും അനിൽ മിശ്ര ആണെങ്കിലും സാധാരണ ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിക്കാൻ വന്നതല്ല, ഈ ട്രസ്റ്റിനെതിരെ ഇപ്പോൾ ശ്രീ സി കെ വിദ്യാസാഗർ അദ്ദേഹം വേറൊരു വിഷയത്തിലാണെങ്കിൽ കൂടിയും ട്രസ്റ്റിനെതിരെ ഒരു കേസ് നടത്തിയപ്പോൾ ബുദ്ധിമുട്ട് ഈ പോയ ദിവസം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ആ കേസിൽ വാദം കേട്ട് തീരുമാനം ഉണ്ടാവാൻ കുറഞ്ഞത് 25 വർഷം എടുക്കുമെന്നാണ് പറഞ്ഞത്. അതിന് പിന്നാലെ അമ്മാതിരി നടന്നാൽ മാത്രമേ ഈ പറയുന്ന തീരുമാനത്തിലേക്ക് എത്തുള്ളൂ. അത്രയും സങ്കീർണമാണ് ഈ ട്രസ്റ്റിനെതിരെയുള്ള കേസ് പറഞ്ഞു. പോട്ടെ, വേറെ കാര്യം, ചമ്പത്രായി ആണെങ്കിലും അനിൽ മിശ്ര ആണെങ്കിലും സാധാരണ RSS പ്രവർത്തകനല്ല, അയോധ്യ മൂവ്മെന്റ് മുഖങ്ങളാണ്, RSS ടോപ്പ് ബ്രാസ് നേതാക്കളാണ്, മോദിയുമായി അത്രയും ആഴത്തിൽ ഹൃദയബന്ധമുള്ള നേതാക്കളാണ്. അവരുടെ മൂക്കിന്റെ തുമ്പിൽ നടന്ന മാരക കൊള്ളയിൽ അവരറിഞ്ഞില്ല എന്ന സിമ്പിൾ ന്യായം പറഞ്ഞ് നിൽക്കൽ കുറഞ്ഞപക്ഷം രാമക്ഷേത്ര വിശ്വാസികളെങ്കിലും ബോധ്യപ്പെടുത്താൻ പറ്റുന്നതാണോ ഷമീനാസൻ? ഹഷ്മിയയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ RV ബാബു പറഞ്ഞ 2 വാദങ്ങളോട് ചെറുതായിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്തോട്ടെ. RV ബാബുവിൻ്റെ വംശീയ പ്രചാരണങ്ങളിലൊക്കെ പ്രതിഷേധം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ തമാശകൾ നന്നായി ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു. ഒന്ന്, ക്ഷേത്രത്തിൻ്റെ ഭരണം വിശ്വാസികൾക്ക് മാത്രമേ പറ്റൂ. അദ്ദേഹത്തോട് വഖഫ് ബോർഡിൻ്റെ ഭരണം ആർക്കാ പറ്റുമെന്ന് ചോദിച്ചു നോക്കൂ. അത്രയും ചോദിച്ചാൽ മതി, ഞാനതിൽ വിശദീകരിക്കണില്ല. വഖഫ് ബോർഡിൻ്റെ ഭരണം ആർക്കാ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ കാര്യം അദ്ദേഹം മാറ്റി പറയും. ഇനി ഞാൻ പറയട്ടെ ദയവേത് താങ്കളുടെ അവസരത്തിൽ പറഞ്ഞോളൂ. വഖഫ് ബോർഡിന്റെ നിയമവും ദേവസ്വം ബോർഡിന്റെ നിയമം ഒന്നാണോ? ഒരേ അധികാരമാണോ? ഒരേ നിയമ അവകാശം തടസ്സപ്പെടുത്തരുതെന്ന് പറയും അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ചോദ്യം പലപ്പോഴും ചോദിച്ചു ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അവസരത്തിൽ മറുപടി പറയട്ടെ. ചാനലിലേക്ക് ഒന്ന് പോകണം ആഷ്മി, അതുകൊണ്ടാണ് എന്റെ രണ്ടാമത്തെ RV ബാബുവിനോടുള്ള ചോദ്യം. ഈ കേന്ദ്ര സർക്കാരിന്റെ വേട്ടപ്പട്ടികളായ ED സോണിയാഗാന്ധിയെ വേട്ടയാടുമ്പോൾ ആരോപണ വിധേയരോടുള്ള വൃണിത ഹൃദയം എവിടെ പോയി? ഈ RV ബാബുവിന് വേണമെങ്കിൽ ബാബു ചേട്ടന്റെ തമാശകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാനത് പൂർത്തിയാക്കട്ടെ. ആഷ്മി ചോദിച്ച ചോദ്യം, അഴിമതി എന്ന് പറയുന്നത് ഈ രാജ്യത്ത്, ഞാൻ പറയട്ടെ, ഇത് ശരിയല്ല. അത് താങ്കളുടെ ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് താങ്കൾക്ക് പറയാം. അത് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ പറയട്ടെ RV ബാബു, ഞാൻ താങ്കളോട് മോശമായ ഒന്നും പറഞ്ഞില്ല. താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ രാജ്യത്ത് അഴിമതിക്കെതിരായ അന്വേഷണം, ട്രസ്റ്റിന്റെ അന്വേഷണം മാത്രമല്ല, ഈ മറ്റു സാങ്കേതികതകളൊക്കെ ഉണ്ട്. അഴിമതി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. അത് ലാലു പ്രസാദ് യാദവ് മുതൽ പിണറായി വിജയൻ വരെ അരവിന്ദ് കെജ്രിവാൾ വരെ ഇവർ വേട്ടയാടുന്നു. അവർ അഴിമതി നടത്തിയോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ ചോദ്യമാണ്. പക്ഷെ അഴിമതി എന്ന് പറയുന്നത് ഇവർക്കൊരു പൊളിറ്റിക്കൽ ടൂള് മാത്രമാണ് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. അവർ ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നില്ല. ഈ കേസിൽ യഥാർത്ഥ കുറ്റവാളികൾ ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാം. പക്ഷേ ഈ കേസിലെ ഒരു കുറ്റവാളിയും ശിക്ഷിക്കപ്പെടുകയില്ല. ഒരുപക്ഷെ ഈ പാവപ്പെട്ട അവിടുത്തെ ജോലിക്കാർ, ഏറ്റവും തൂപ്പ് ജോലിക്കാരാണ് ഇത് അഴിമതി നടത്തിയത്, അവരുടെ ഒരു ഗൂഢാലോചനയായിരുന്നു എന്ന വിചിത്രമായ അന്വേഷണ റിപ്പോർട്ട് ഒരുപക്ഷെ ഇവർ കൊടുത്തേക്കാം, CBI കൊടുത്തേക്കാം, SIT കൊടുത്തേക്കാം. പക്ഷേ യഥാർത്ഥ പ്രതികൾ ഒരു കാലത്തും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചല്ലോ, RSSന് ഈ അഴിമതിയുടെ ആവശ്യമില്ല. RSSന്റെ മെക്കാനിസം സുപ്രീം കോടതി താലത്തിൽ RSSന് വെച്ചുകൊടുത്ത ഭൂമിയാണിത്. സുപ്രീം കോടതി RSS എന്ന വാക്ക് ഉപയോഗിച്ചില്ല, മറിച്ച് കേന്ദ്ര സർക്കാരിനോട് ട്രസ്റ്റ് രൂപീകരിക്കാൻ പറഞ്ഞു. ആരുടെ ട്രസ്റ്റാണ് രൂപീകരിക്കുക എന്ന് സുപ്രീം കോടതിക്കറിയാം. അമിത്ഷാ നേരിട്ട് നിയന്ത്രിക്കുന്ന, പ്രധാനമന്ത്രി നേരിട്ട് പോയി തുടങ്ങിവെച്ച, അവരുടെ RSSന്റെ നേതാക്കന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ട്രസ്റ്റ് ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ മോഷണം നടത്തി എന്ന വിവരങ്ങൾ പുറത്തു വരുന്ന സന്ദർഭത്തിൽ പോലും ഗൗരവതരമായ ഒരു അന്തരീക്ഷം ഈ രാജ്യത്ത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്, വരാനിരിക്കുന്ന UP തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ, നേരത്തെ അയോധ്യയിലെ ജനങ്ങൾ, ഈ ഫൈസാബാദിലെ ജനങ്ങൾ എങ്ങനെയാണോ അയോധ്യ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗപ്പെടുത്താൻ ഇവർ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചത്, അതുപോലെ UPയിലെ ജനങ്ങൾ ഇവരോട് പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പ്രതിപക്ഷ കക്ഷികൾ ശ്രദ്ധിക്കണം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.